NEET aspirants and this is Neenumus. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡ് നീറ്റ് 2026 ചോദിച്ചിട്ടുള്ള ബോട്ടണി ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫിലോടാക്സി ഇസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഡാഷ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തിന്റെ അറേഞ്ച്മെന്റ് ആണ് ഫിലോടാക്സി എന്ന് പറയുന്നത്? ഫ്രൂട്ട്സ് എല്ലാം നമുക്കറിയാം. സെപ്പൽസും പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ഈസ്റ്റിവേഷൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഏതിന്റെ അറേഞ്ച്മെന്റ് ആണ്? ലീവ്സിന്റെ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ഫിലോടാക്സി. ഓക്കെ, അപ്പൊ ഇവിടെ ഫിലോടാക്സിയിൽ നമുക്ക് 3 ഡിഫറെന്റ് കാറ്റഗറീസ് പറയാം, അല്ലെ 3 ഡിഫറെന്റ് ടൈപ്സ് പറയാം. ഏതൊക്കെയായിരുന്നു? ഓപ്പോസിറ്റ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഉണ്ട്, അല്ലെ? അപ്പൊ എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ നോഡിൽ നിന്ന് 2 ലീഫ് ഇമോജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നിൽക്കുന്നത്. ഇനി ആൾട്ടർനേറ്റ് ആണെങ്കിലോ ഒരു സിംഗിൾ നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫ് മാത്രമായിരിക്കും മീൻസ് എമോജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ നോഡിൽ നിന്നും എത്ര എണ്ണമാണ്? 2ൽ കൂടുതലാണ് ലീവ്സ് ഇമോജ് ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ ലീവ്സ് ഇമോജ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പാറ്റേണിനെയാണ് നമ്മൾ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ? ആ 3 കാറ്റഗറീസ് ആണ് ഫിലോടാക്സിയിൽ വരുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ഇതേപോലുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം. ഇതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.